ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് വിജയം പ്രവചിച്ചതിനു പിന്നാലെ ചർച്ചകൾ മുറുകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം ആർക്കായിരിക്കണം എന്നതിൽ അഭ്യൂഹങ്ങളും കുറവല്ല. മുതിർന്ന നേതാവ് കുമാരി സെൽജ മുതൽ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയും രൺദീപ് സുർജേവാലയും അടക്കം പട്ടികയിലുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ തന്റെ പേരുമുണ്ടാകുമെന്ന് കുമാരി സെൽജ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സെൽജ ബിജെപിയിൽ ചേരുമെന്ന തെരഞ്ഞെടുപ്പിനിടയിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ട സെൽജ ഹരിയാന കോൺഗ്രസിലും ഹൈക്കമാൻഡിലും തനിക്കുള്ള സ്വാധീനം വ്യക്തമാക്കി. എന്നാൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഭൂപീന്ദർ ഹൂഡയ്ക്കാണ്. ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേരിയതായെങ്കിലും മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഹൂഡയാണെന്നതും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതേസമയം എക്സിറ്റ് പോളിൽ പ്രവചിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡിന്റെ തീരുമാനമാണെന്നുമാണ് ഭൂപീന്ദർ ഹൂഡയുടെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനം എല്ലാവരുടെയും അവകാശമാണ്. ഹൈക്കമാൻഡ് എന്തു തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും ഭൂപീന്ദർ ഹൂഡ വ്യക്തമാക്കി. ഇരുവർക്കും പുറമെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയും മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.